കേരളത്തിലെ ഇസ്ലാമിക ശക്തികളുടെ വക്താവായിട്ടാണ് കെ.ടി. ജലീൽ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം തന്നെ സിമി എന്ന ഇപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പ്രവർത്തകനായിട്ടാണ്. പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗിൽ ചേരുകയായിരുന്നു. മുസ്ലിം ലീഗിൽ നിന്ന് അദ്ദേഹം പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ചാണ് ശ്രദ്ധേയനാവുന്നത്. ഇതോടുകൂടി കേരളത്തിലെ മുസ്ലിങ്ങളിടയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള CPM-ൻ്റെ ഒരു ഉപകരണമായിട്ട് മാറുകയായിരുന്നു കെ.ടി. ജലീൽ. പാർട്ടി അംഗമല്ലാതായിരുന്നിട്ട് പോലും കെ.ടി. ജലീലിനെ CPM-ൻ്റെ പ്രധാനപ്പെട്ട യാത്രകളിൽ പിണറായി വിജയനോടൊപ്പം സംസ്ഥാന തലത്തിലെ യാത്രയുടെ നേതൃത്വം കെ.ടി. ജലീൽ നൽകുകയായിരുന്നു CPM ചെയ്തത്. അതായത് പാർട്ടി അംഗം പോലും അല്ലാത്ത ഒരാളെ പരമാവധി പ്രോത്സാഹിപ്പിച്ചു മലപ്പുറം ജില്ലയിലെയും മലബാറിലെയും മുസ്ലിങ്ങളുടെയിൽ സ്വാധീനമുണ്ടാക്കാനുള്ളൊരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു കെ.ടി. ജലീലിനെ CPM ചെയ്തിരുന്നത്. മുസ്ലിങ്ങളിലെ സുന്നി വിഭാഗത്തിൻ്റെ നേതൃത്വം നേരത്തെ മുസ്ലിം ലീഗിനായിരുന്നു. ആ സമയത്ത് മുസ്ലിങ്ങളിലെ സുന്നി വിഭാഗത്തിൽ തന്നെയുള്ള കാന്തപുരം വിഭാഗത്തിൻ്റെ പ്രീണിപ്പിക്കാനാണ്, അല്ലെങ്കിൽ വിഭാഗത്തെ കൂടെ നിർത്താനാണ് CPM ശ്രമിച്ചത്. അന്നൊക്കെ അതിനുള്ള ഏറ്റവും വലിയൊരു കണ്ണിയായി പ്രവർത്തിച്ചത് കെ.ടി. ജലീലായിരുന്നു. പിന്നീട് EK സുന്നി വിഭാഗത്തിൽ തന്നെ നല്ലൊരു സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ CPM-ന് കഴിഞ്ഞു. EK സുന്നി വിഭാഗത്തിലെ ഔദ്യോഗിക നേതൃത്വത്തിൽ തന്നെ CPM-നെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന നല്ലൊരു വിഭാഗം രൂപപ്പെട്ടു വരുന്നു. ആ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നതും അല്ലെങ്കിൽ അവരുടെ കണ്ണിയായി പ്രവർത്തിക്കുന്നതും കെ.ടി. ജലീലാണ്. പക്ഷേ ഇപ്പോൾ കെ.ടി. ജലീൽ മദ്രസകളെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായ പ്രകടനം കെ.ടി. ജലീൽ പ്രകടിപ്പിച്ചത് ഇങ്ങനെയാണ്: നമ്മൾ ഒരു പഠനം നടത്തി നോക്കുക. MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം അധാർമികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം നമ്മുടെ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് ലഭിക്കുന്നില്ല. നിങ്ങൾ കളവ് നടത്തരുത്, മദ്യപിക്കരുത്, ലഹരി സാധനങ്ങൾ കൊണ്ടു നടക്കരുത് എന്ന് അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? അവർക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഒരു മദ്രസയിലോ ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കണം. ഞാൻ 12.5 വർഷക്കാലം ഒരു കോളേജിൽ അധ്യാപകനായിരുന്നു. നമുക്ക് സത്യസന്ധമായി നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ? അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്നതിൻ്റെ കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ മുന്നിൽ? ഇതെല്ലാം മുസ്ലിം കുട്ടികൾക്ക് മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽപ്പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി, അറിവുള്ളവരായി കോളേജുകളിൽ, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിലുള്ളത്? ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ വേണ്ട വിധം നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. അക്കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അത് വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാവുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം കൊണ്ടുവരുന്നത് പണം കിട്ടാൻ വേണ്ടിയാണ്. ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു. ഇതെല്ലാം ഒരു തെറ്റില്ലാത്ത കാര്യമായാണ് പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും. ഇക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. വെള്ളിയാഴ്ച കുത്തുബകളിൽ പുതിയ കാലത്ത് ഈ കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ധനത്തോടുള്ള ആർത്തിയും പണത്തോടുള്ള മോഹവും ഇല്ലാതാക്കുക, അതുമാത്രമാണ് ഇതെല്ലാം തടയാനുള്ള ആത്യന്തികമായ വഴി. നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകളാകാൻ ശ്രമിക്കുക. ചെറുപ്പക്കാരായ ആളുകൾക്ക് ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ്. ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടവർ വളരെ മോശമായ ജീവിത രീതികൾ അവലംബിക്കുന്നു. വയല് പറയുന്നതിനോട് ആളുകൾക്ക് ഒരു മതിപ്പുമില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് വയല് പറയാൻ വേണ്ടി പ്രതിഫലം വാങ്ങുന്നത്. ഇത്തരത്തിൽ പണം വാങ്ങി ചെയ്യുന്നതാണ് വയല് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വയല് പറയുന്നവരെ പുല്ലുവില പോലും കൽപ്പിക്കില്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയുന്നുവോ അത്രയും അകന്നു നിൽക്കുക. പൂർണ്ണമായി അകന്നു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് നമ്മൾ അകന്നേ പറ്റൂ. അത് നമ്മൾ വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം. ഇതാണ് കെ.ടി. ജലീൽ വ്യക്തമാക്കിയത്.